ഹലോ, ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ലോഗാണ്. ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായി ഒരു ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, 2 പച്ചമുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ 3 വലിയ സവാളയും 10 കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയുമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ നമ്മുടെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റിയാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അളവനുസരിച്ച് നമുക്ക് ഓരോന്നിൻ്റെയും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ കടുകും അതുപോലെ ഉലുവയും ഇഞ്ചി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ സവാളയും അതുപോലെ കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ വഴറ്റുന്നതിനനുസരിച്ചാണ് നമ്മുടെ കറികൾ, നമ്മൾ സമയമെടുത്ത് തന്നെ നമ്മുടെ കറികൾ ചെയ്താൽ അതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാൻ ഈ ഒരു സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം സവാള നന്നായിട്ട് വഴലാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകവും കൂടിയാണ് ഉപ്പ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചെമ്മീൻ അനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് കളറ് മാറി വരുമ്പോൾ തക്കാളിയും പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളകും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും പച്ചമുളകും സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് പൊടി വകകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണോ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരി കുറവാണ്, കാശ്മീരിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പിരിയൻ മുളക് ആഡ് ചെയ്യണം എന്നുണ്ട്, എരി വേണം എന്നുള്ളവർക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ്, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഫിഷ് മസാലയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫിനൊക്കെ ചേർക്കുന്ന ടൈപ്പ് മസാലയാണ് നമ്മൾ വീട്ടിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മസാല മണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് പിടിക്കുന്നത് വരെ, അതായത് മസാലയും ഈ സവാള എല്ലാം കൂടി നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീനാണ്. 1/2 കിലോ എന്ന് പറയുമ്പം തോട് കളഞ്ഞിട്ടാണ് ഞാൻ 1/2 കിലോ പറഞ്ഞത്. 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മക്കൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. വലിയവർക്ക് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നല്ല രീതിയിൽ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കരമായിട്ട് ടേസ്റ്റി ആകും. ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വെന്തിറങ്ങി നമ്മുടെ മസാലയൊക്കെ ചെമ്മീനിൽ പിടിച്ചൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ്റെ വലിപ്പമൊക്കെ ഇതാ കുറഞ്ഞ് ഈ ഒരു സൈസിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കുകയൊക്കെ ചെയ്യാം. ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് കറക്റ്റായിരുന്നു, ഉപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാ ഇനി ഇതിന് സ്പെഷ്യൽ ഒരു സാധനം ചേർക്കുന്നുണ്ട്, നമ്മുടെ തേങ്ങാപ്പാൽ. അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി എൻ്റെ റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞു കൊടുക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഈ ഒരു പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലയും എല്ലാം നന്നായിട്ട് ചെമ്മീനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ റോസ്റ്റ് എന്ന് പറയുന്നത്. ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.